ആവശ്യമാണ്. ഇന്ന് 14/2/2025 വെള്ളിയാഴ്ച രണ്ടാമത്തെ വീഡിയോയാണ് ഇടുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തൊട്ട് കുറേയധികം കോളുകൾ വന്നിരുന്നു. അതായത് പറഞ്ഞാൽ ഒരു 5 കോൾ, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പോൾ പലർക്കും സംശയം ശനിയുടെ കാര്യത്തിലാണ്. ചിലരുടെ ജീവിതത്തിൽ ശനി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദശാസമയത്തോ അതിൻ്റെ അത് ഓരോ നമ്മുടെ രാശിചക്രത്തിൽ കറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ 1, 2, 4, 7, 10, 12 എന്നീ ഭാവങ്ങളിലേക്ക് ശനി വരുമ്പോഴത്തെ കണ്ടകശനി, ഏഴശനി എന്നൊക്കെ പറയും. ആ സമയത്തെ അനുഭവങ്ങൾ പല രീതിയിലാണ്. അത് ഞാൻ അബാക്കിൽ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മുടെ കാർമ്മിക ഫലങ്ങളുടെ ജഡ്ജ്മെൻറ്റിൻ്റെ എക്സിക്യൂഷനാണ് ശനി ചെയ്യുന്നത്. പക്ഷേ അതിൽ നല്ല നടപ്പ് ചെയ്യുമ്പോഴത്തേക്കും നല്ല നടപ്പിലൂടെ നമ്മൾ പോയാൽ ആ ശനി നമുക്ക് പൂർണ്ണമായും അനുകൂലമാകും. അതിന് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ശനി എന്താണ്, അതിൻ്റെ പരിഹാരം ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ ഓൾറെഡി അബാക്ക് മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. പക്ഷേ പല കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒരു കടല വെച്ചോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും നിമിത്തം വെച്ച് നോക്കുമ്പോൾ പലരും അവരുടേതായ കുടുംബ ദേവതാസ്ഥാനങ്ങളിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് വഴിപാട് ചെയ്യുന്നതോ പിരിവ് കൊടുക്കുന്നതോ അല്ല, അതൊക്കെ ചെയ്യുന്നുണ്ട് അവർ. വഴിപാടും ചെയ്യുന്നുണ്ട്, പിരിവും കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ ചെന്ന് ആ ദേവതകളോട് ഞങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകണം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായ പ്രാർത്ഥനകൾ, നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം. ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു, ഭഗവാൻ എന്ന് പറഞ്ഞാൽ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരാതികൾ കേൾക്കാനുള്ള പരാതിപ്പെട്ടിയല്ല, നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുക. കാര്യം നമുക്ക് ഈ ശരീരത്തിൽ ജന്മം തന്നിരിക്കുന്ന ഈ മാതാപിതാക്കളുടെ മകനോ മകളോ ആയിട്ട് നമുക്ക് ജന്മം തന്നിരിക്കുന്ന ആ ദൈവം എന്ന് പറഞ്ഞ ശക്തിക്കും അതിൻ്റെ ആ യൂണിവേഴ്സൽ മാസ്റ്റേഴ്സ്, പല മാസ്റ്റേഴ്സുണ്ട്, അതൊരു വേറൊരു തലമാണ്. അവർക്കുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വഴികാട്ടികളായി നിൽക്കേണ്ടതുള്ള ധാർമ്മിക ബാധ്യതയുണ്ട്. പക്ഷേ അതനുസരിച്ച് നമ്മൾ പരുവപ്പെടേണ്ടതുണ്ട്, നമ്മുടെ ചിന്താരീതികൾ മാറ്റേണ്ടതുണ്ട്, നമ്മുടെ ചില ക്രയവിക്രയങ്ങൾ എന്ന് പറഞ്ഞാൽ ആൾക്കാരുമായിട്ടുള്ള രീതികളെല്ലാം മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അത് ഓരോരുത്തർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ മാറ്റം വരും. ആദ്യം ചെയ്യേണ്ടത് തോട്ട് പ്രോസസ്സ് മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് ചിന്തകൾ തന്നെ മാറ്റുക. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല, അത് എപ്പോഴും മനസ്സിലാക്കുക. നമ്മുടെ പ്രശ്നം എന്ന് തീരുന്നോ അന്ന് നമ്മൾ ഈ ശരീരം വിട്ടിരിക്കും. അതാണ് യാഥാർത്ഥ്യം. ഇത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. അത് പല പ്രശ്നങ്ങളായിട്ട് വരാം. അവസാനം ആരോഗ്യ പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ പോയി അങ്ങനെയൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ശരീരം വിടുന്നത്. പെട്ടെന്നും വിടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഏതൊരു മനുഷ്യ ശരീരത്തിൽ ഒരാളെ കണ്ട, ഒരു ജീവിയെ കണ്ടാൽ മനസ്സിലാക്കുക അവർക്കും പ്രശ്നങ്ങളുണ്ട്. കാര്യം പ്രാരബ്ധ സഞ്ചിത ആഗമിക കർമ്മങ്ങൾ തീർന്ന ഒരാളും ഈ ശരീരത്തിലുണ്ടാകല്ലേ. ഈ പ്രാരബ്ധ സഞ്ചിത ആഗമിക കർമ്മങ്ങൾക്ക് ഞാൻ പറയുന്ന PSA എന്നാണ്. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ പ്രൊമോഷന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ്. സഞ്ചിതം എന്ന് പറഞ്ഞാൽ സെലക്ഷനാണ്, നമുക്കത് തിരഞ്ഞെടുക്കാം നമ്മൾ എന്ത് ചെയ്യണമെന്നത്. ആഗമികം എന്നുള്ളത് അത് അപ്രീസിയേഷനാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്നതനുസരിച്ചിട്ട് അതിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കിട്ടും. പ്രൊമോഷൻ അല്ലെങ്കിൽ ഡിപ്രൊമോഷൻ അങ്ങനെ കിട്ടും. അതിന് ഞാൻ PSA ഇതാണ് സാധാരണ യൂസ് ചെയ്യണം, എൻ്റെ ഗ്രൂപ്പുകളിലുള്ളവർക്കറിയാം. അതുകൊണ്ട് നമുക്ക് മാത്രമാണ് പ്രശ്നം എന്ന് വിചാരിക്കാണ്ടിരിക്കുക. എല്ലാവർക്കും, ഞാനുൾപ്പെടെ മനുഷ്യരായിട്ട് ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതിൽ നിന്ന് ഒഴിവായ കുറേ പേര് സന്യാസ ജീവിതം ഇതായിട്ട് ലൗകിക ജീവിതങ്ങളിൽ തീർത്തും മുക്തമായിട്ട് അവർ ഹിമാലയ സാനുക്കളിലോ മറ്റ് ഗുഹകളിലോ ഒക്കെ അവർ ധ്യാനത്തിൽ മാത്രം ശ്രദ്ധ ചെയ്യുന്നു. അവർക്ക് ഇതൊന്നുമില്ല. പിന്നെ വേറൊന്ന് പറയാം, തീരെ താഴെക്കിടയിലുള്ള ജോലികൾ ചെയ്യുന്നത്, ഇപ്പോൾ സ്ക്രാപ്പ് വെൻഡിങ്, അതുപോലെ മത്സ്യത്തൊഴിൽ മേഖല, അതുപോലെ ഈ കൂലിപ്പണി, അതൊക്കെ ചെയ്യുന്നവർക്ക് ശനിയുടെ ദോഷം വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് സാമ്പത്തികം ഇത് ചെയ്യുമ്പോൾ അവരെ സാമ്പത്തികം അവർ ചോദിക്കുന്നത് കൊടുക്കുക. അതിനകത്ത് നമ്മൾ പിശുക്ക് കാണിക്കാണ്ടിരിക്കുക. പിശുക്ക് കാണിച്ചാൽ 8ൻ്റെ പണി നമുക്ക് കിട്ടും കേട്ടോ. നമ്മളെക്കാളും അവശത അനുഭവിക്കുക. പ്രത്യേകിച്ച് ഇതായിട്ടുള്ളവരെ വളരെയധികം ചേർത്ത് പിടിക്കുക, നമ്മളാലാകുന്ന സഹായം ചെയ്യുക എന്ന് പറഞ്ഞ് ഭിക്ഷാടനത്തിൽ വരുന്ന എല്ലാവർക്കും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നതില്ല. ഒരു തൊഴിൽ ചെയ്യുന്ന ആൾ, ആ തൊഴിൽ ചെയ്യുന്ന ആളെ മാനിക്കുക, അയാൾ ചോദിക്കുന്ന പ്രതിഫലം നന്ദിയോടെ കൊടുക്കുക. കാര്യം അദ്ദേഹം അത് ചെയ്ത് ആ പ്രതിഫലം കൊടുക്കുമ്പോൾ നമ്മുടെ കാർമ്മികങ്ങൾ അദ്ദേഹം ഏറ്റുകൊണ്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ശ്രവിക്കുന്ന എല്ലാ ദൈവാംശങ്ങൾക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്, ഓൾ. താങ്ക് യു.